ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. രണ്ട് പ്രാവശ്യം ഒരു മാസമായിട്ട് കേടിക്കൊണ്ടിരുന്നു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നിന് രണ്ട് ട്രെയിലർ ഇറക്കി. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിട്ടിരിക്കണം, അത് പ്രവർത്തിച്ച് നശിപ്പിക്കരുതെന്നാണ് അർണോൾഡ് ഷ്വാസ്നഗർ പറഞ്ഞിട്ടുള്ളതെങ്കിലും ചിലപ്പോഴെങ്കിലും പ്രവർത്തിച്ച് കാണിച്ചാലല്ലേ നമ്മൾ വീണ്ടും വാക്ക് പറഞ്ഞാൽ അവരത് അതേപോലെ വിശ്വസിക്കൂ. Yes, I know English. So here's me presenting you Action Princess KD. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വർക്കത്തുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോയാണ് നമ്മൾ കാണുന്നത്, KVN പ്രൊഡക്ഷൻസ്. ഒരുവിധം പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ പടക്കം പോലത്തെ പടങ്ങൾ എടുക്കുമ്പോൾ ഇവർ മാത്രം ഫോസ്ഫറസ് പോലത്തെ പടങ്ങളാണ് എടുക്കുന്നത്. പുറത്തിറങ്ങി പൊട്ടുന്ന ഇവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് പാതി പടങ്ങൾ ഇവർ തന്നെ പെട്ടിയിൽ മുക്കി വയ്ക്കും. ബാക്കി പടമൊക്കെ മുക്കി മൂളിയും പുറത്തിറങ്ങി ടമാർ പടാർ എന്ന് പറഞ്ഞ് പൊട്ടും. ഇവരെടുത്ത ഒരു പടം നമ്മുടെ തളപതിയുടെ ജനനായകൻ, 2 ഇത്, 3 ഗീതു ചേച്ചി യൂസൈറ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പടത്തിന്റെ ടൈറ്റിൽസ്. പൊതുവെ സിനിമകളിൽ ടൈറ്റിൽ വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എന്ത് ചെയ്തു എന്ന് കാണിക്കാനാണ്. പക്ഷെ ഈ പടത്തിൽ ആര് എന്ത് ചെയ്തു എന്ന് ഒരു പുല്ലിനും മനസ്സിലാവരുന്നു പറഞ്ഞ് എഴുതിപ്പിച്ച പോലെ ഉണ്ട്. നല്ല തൂവള്ള ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ കളറിൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറെ ചോപ്പും കൂടെ വാരിയിടും. ആഹാ, കൊന്നിട്ട് റീത്തും കൂടെ വെച്ച പോലെ ഉണ്ട്. പിന്നെ പട്ടം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ആളുകൾ അഡ്രസ്സ് തപ്പി പിടിച്ചൊന്ന് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം പട്ടം അമ്മാതിരി മേനയല്ലായിരുന്നു. ഇനി ശരിക്കും പടം തുടങ്ങുമ്പോൾ ഒരു മാമൻ പമ്പരം തൊട്ട് പക്കാട വരെ വയ്ക്കുന്ന ഒരു കടയിൽ നിന്ന് 2 തള്ളമാര് സാരി കൊടുത്ത് തൈര് കടയിൽ നിന്ന് ഒരു ബൊമ്മ മേടിക്കുന്നു മോന് കൊടുക്കാനായിട്ട്. ആരുടെ 1980 ഒരു ചെറുക്കൻ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന് അങ്ങേറെ മോൻ രഥത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പൊ കിട്ടും. വന്നിറങ്ങി അവൻ പറയാം അവന് മാവാട്ടുന്ന അമ്മായി വേണ്ട, മദ്ദളം കൊട്ടുന്ന കവീഷ മതിയെന്ന്. എന്നിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, പോയിട്ട് വരാന്ന് പറഞ്ഞ് തന്തേ മോനും കൂടെ ഓട്ടോയ്ക്കകത്തോട്ട് കയറും. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ആ ഓട്ടോയ്ക്ക് ഒരു ഡ്രൈവർ പോലും ഇല്ല. മെന്റൽ ഹോസ്പിറ്റൽ ഫോൺ പண்றா. അങ്ങനെ ബൊമ്മയെ മേടിച്ച് ഓട്ടോയിൽ കയറി വന്നിരുന്ന ഈ ഷട്ടർ ഐലൻഡ് ഫാമിലിയെ ഒരു ലോറി വന്ന് ഇടിക്കുന്നു. ഓട്ടോ നിന്നപ്പോൾ ചായക്കട സൈഡിൽ, ഇടിച്ചപ്പോൾ ചായക്കട പുറകിൽ, മൊത്തത്തിലൊരു ഷട്ടർ ഐലൻഡ് എഫക്ട്. പിന്നെ ഓട്ടോയിൽ ലോറി വന്ന് ഇടിച്ച ഡയറക്ഷനെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഉണ്ടയില്ലാത്ത തോക്ക് വെച്ച് ഈ അമ്മ അവനെ വെടിവെച്ച് കൊന്ന സംവിധായകന്റെ ഡയറക്ഷനെ പറ്റി സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഇപ്പൊ വരാം. ഇതിന് ശേഷം വേറെ 2-3 വെടി. പക്ഷെ ആ വെടി ഒന്നും അവർക്കല്ല കൊണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ 720p ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് OTT C5 കൊടുത്തുകൊണ്ട് ഐ കാൺ പ്രൂവ് ഇറ്റ്. അങ്ങനെ 4 വെടി നടന്നുകൊണ്ട് 5ാമത്തെ വെടി ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു കൂട്ടം പോലീസുകാർ ഒരു കല്യാണ വീട്ടിലോട്ട് കയറി ചെല്ലും. എന്നിട്ട് പുറത്തുനിന്ന് ഒരുത്തനും വെടി വെക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങേര് തന്നെ ആദ്യത്തെ വെടി അങ്ങ് വെക്കും. ഇത് കണ്ട് ഞെട്ടിയ ഇങ്ങേരി എന്താ കാര്യമെന്ന് ചോദിക്കും. എന്തെന്ന്? സ്വാമി ശരണം സല്ലു ഒന്നുകൂടെ കാണിച്ചു. അങ്ങനെ ജയ് ഹിന്ദ്. പിന്നെ നമ്മളിതൊന്നും അങ്ങനെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് ചോയ്സസ് ആണ്. ഇപ്പൊ തന്നെ ഒരു കുറ്റിത്താടി പോലും കളിക്കാതെ ഇത്രയും ക്ലീൻ ഷേവ് ചെയ്ത ഒരു സ്വാമി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഓരോ ക്രിയേറ്റീവ് ചോയ്സസ് ആണ്. അപ്പൊ ക്ലീൻ ഷേവ് സ്വാമി പറയും ഇങ്ങനെ കൊല്ലാൻ ആരോ വന്നിട്ടുണ്ടോ. ആരാണ് അവൻ ആരായാലും ഭീകരനാണ്. കാരണം അവൻ ഒരു സ്ഥലത്ത് എയിം ചെയ്താൽ വേറെ 2 വെടിപൊട്ടും. കണ്ടാ, ഇവിടെ വെടിവെച്ചു, ഇവിടെയും വെടികൊണ്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംവിധായകന്റെ ആ ഡയറക്ഷൻ ഈ സീനിൽ വളരെ പ്രകടമാണ്. അങ്ങേർക്ക് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെ വേണം. അതുകൊണ്ട് എന്താ, പൊട്ടാനുള്ള ബ്ലഡ് ബോംബുകളുടെ ഒക്കെ വയറ് കാണുന്ന രീതിയിൽ ആർട്ടിസ്റ്റിനെ കിടത്തിയിട്ട് ചത്ത് കിടക്കുന്നതിനോട് പറഞ്ഞു, സാറേ മരിച്ചങ്ങ് അഭിനയിച്ചോളാൻ. പിന്നെ റോഡ് സൈഡിലെ പെട്ടിക്കടയിൽ നിന്ന് മേടിച്ച തബല വായിക്കുന്ന കബീഷ്, അത് നേരെ ചൊവ്വനെ ഇരുന്നാൽ തന്നെ ഇമ്മാര് തണുപ്പത്ത് 2 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് 10-60 അടി താഴ്ചയുള്ള കൊക്കയിലോട്ട് സമ്മർ സോൾട്ട് അടിച്ച് വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മച്ചി ഒരു തുരുമ്പ് വെട്ടിയെടുത്ത് തീയിലിടും. അപ്പൊ അതിൽ നിന്നൊരു പൊതിഞ്ഞ കത്തി തെറിച്ച് നിന്ന് തീയുടെ മുകളിൽ കിടന്ന് കറങ്ങി അതിലെ പൊതിഞ്ഞ തുണി പറഞ്ഞു പോകും. ഈ സീൻ കൊള്ളില്ലാന്ന് കുറെ പേര് ട്വിറ്ററിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു അഭിപ്രായമില്ല. ഇത് പിന്നെ ഇരുമ്പാണെന്നെങ്കിലും വിചാരിക്കും. അതുകൊണ്ട് തന്നെ തീ കൊണ്ടാ സീനില്ല. പക്ഷെ വേറെ ചില പടത്തിലൊക്കെ തലയോട്ടി മുഴുവൻ തീ പിടിച്ചിട്ടും ഒന്നും പറ്റാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. അറ്റ്ലി ചെയ്ത ആഹാ, ജെറ്റ്ലി ചെയ്ത ഈഹി, ഇങ്ങനെ ചെയ്ത അത് വേണ്ട. അങ്ങനെ ആ ചുട്ടുപഴുത്ത കത്തി എടുത്ത് വെച്ച് ഇങ്ങനെ കഥ പറയാൻ തുടങ്ങുകയാണ്. കഥയുടെ ഹോട്ട്നെസ്സിൽ ഇങ്ങനെ കത്തിയുടെ ഹോട്ട്നെസ് ഒന്നും കാര്യമാക്കിയതേ ഇല്ല. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. അങ്ങനെ പഴുത്ത കത്തി ചുവട്ടി അടിക്കുമ്പോൾ ഹീറോ ഇൻട്രോ, നമ്മുടെ ആക്ഷൻ പ്രിൻസ്. പക്ഷെ ഇത്രയും തിമിരം പിടിച്ചൊരു ഇൻട്രോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ആരെ അവിടെ നിൽക്കുന്നതെന്ന് പോലും നമുക്ക് കാണാൻ വയ്യ. പക്ഷേ നിങ്ങൾ നല്ലൊരു ടൈറ്റിൽ കാർഡ് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഡയറക്ടർക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ഷൻ. അതുകൊണ്ട് അങ്ങേർക്ക് തന്നെ ഒരു കിടിലൻ ടൈറ്റിൽ കാർഡും കൊടുത്തിട്ടുണ്ട്. ആളെ പറഞ്ഞാൽ നിങ്ങൾ അറിയും, നമ്മുടെ കരുണാട ചക്രവർത്തിയും അഭിനയ ചക്രവർത്തിയും ഒരുമിച്ച് അഭിനയിച്ച കുന്നംകുളം രാമായണത്തിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. എല്ലാം മന്നിച്ച് വിട്ടിട്ട് വേണ്ട. ആണ് എന്താ പടത്തിലെ ശിവണ്ണാവുക്ക് ഒരു ഇൻട്രോ കൊടുത്താൻ പാറ് ലൈഫിലെ മറക്കാൻ മാട്ടേണ്ട. അങ്ങനെ ഈ പഴുത്ത കത്തി പ്രഭാകരൻ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുകയാണ്. ലോകത്തിലെ എല്ലാ നല്ല കഥകളിലും വെറും വാളി വില്ലന്മാരായിരിക്കും നമ്മുടെ ഷോമാൻ പ്രേം സാറിനോട് ആരോ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം കഥ തുടങ്ങുന്നത് തന്നെ വില്ലനിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ വില്ലൻ വാസ് ഗില്ലി ബാല ഈവൻ ബിഫോർ ഗില്ലി വാസ് റിലീസ്ഡ്.
മോനെങ്കി വന്നേ. മോനിപ്പ എടുത്ത ഈ പടം നാളെ പത്രത്തിലും വാരികയിലും ഒക്കെ അച്ചടിച്ചു വരുമ്പോ ഗില്ലി ബാല റാഞ്ചി എന്ന തലക്കെട്ടോട് കൂടി വരണം. ഒരു പടം കൂടെ എടുത്തോ. പിന്നെ ഗില്ലിബാല വൻ മാസാണ്. അയാൾ കട്ടച്ചോര കൊണ്ട് ചരിത്രം എഴുതുന്നവനും വിത്ത് കണ്ടാൽ വട്ടത്തിലും ചതുരത്തിലും പെടുത്ത് ചിത്രപ്പണി നടത്തുന്നവനുമാണ്. കണ്ടാ മോഡേൺ ആയിട്ടാണ്. പിന്നെ ബീഡി കത്തിക്കാനായിട്ട് വണ്ടി കത്തിക്കുക, മുണ്ട് മടക്കി കുത്തി പാവാടയാക്കുക, അങ്ങനെ വേറെയുണ്ട് കുറേ മാജിക്കുകൾ. കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. സോറി, അത് അദ്ദേഹം ഓൾറെഡി ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും ജനസമ്മതനായ ഇങ്ങേര് പറഞ്ഞിട്ട് സമ്മതിക്കാത്ത ജനങ്ങളെ അധികം താമസിക്കാതെ വെട്ടിക്കൂട്ടുകയാണ് പതിവ്. ആ സമയത്ത് നമ്മുടെ പഴുത്താത്തി പ്രഭാകരൻ ആ സ്ഥലത്തെ പോലീസ് ചീഫായിരുന്നു. അങ്ങേര് ഗില്ലിബാലെ തീർക്കാനായിട്ട് കുറച്ച് ഗുണ്ടകളെ കരടിയും കയ്യിൽ കെട്ടി കബഡി കളിക്കാൻ പറഞ്ഞു വിടും. ഗില്ലിബാല കബഡിയിൽ മിടുക്കനാണല്ലോ, മാത്രമല്ല തല വെട്ടുന്നതിൽ കിടുക്കനും. അയാൾ കരണ്ടിന്റെയും തലവന്റെ തല വെട്ടിക്കൊണ്ടെന്ന് പ്രഭാകരന് കൊടുക്കും. പക്ഷെ ഗില്ലിബാലയ്ക്ക് പഴുത്താത്തി പ്രഭാകരനെ ഭയങ്കര ബഹുമാനമാണ്. കാരണം തല വെട്ടാൻ ആളെ വെട്ടാ പോലെ അങ്ങേര് പ്രഭാകരനെ മാത്രം ഒന്നും ചെയ്യൂല. പക്ഷെ இந்த യഹലോക ലൂസുക്ക് അന്തനാട്ടി തന്നെ ഒരു പടുവാഴ ആരാധകനുണ്ടായിരുന്നു, നമ്മുടെ ആക്ഷൻ പ്രിൻസ് പ്രേം സാർ. ആദ്യത്തെ ഇൻട്രോ തന്നെ ഇച്ചിരി മങ്ങലായി പോയതുകൊണ്ട് ഇവിടെ എല്ലാവരും കളിയാക്കുക. ആ രണ്ടാമത്തെ ഇൻട്രോ എങ്കിലും നിങ്ങളൊന്ന് വെളുപ്പിച്ചെടുക്കണം. അതെന്തോന്നത്? ഓ, പാല് 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 പാല്. സാധാരണ സിനിമകളിലൊക്കെ ഒരേ സീനിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ഒരാൾ സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ സംസാരിക്കും. കാരണം ഈ ഡയലോഗൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. പക്ഷെ നമ്മുടെ ഷോമാൻ പ്രേം സാറിന്റെ ഡയറക്ഷൻ ഇസ് റെവല്യൂഷണറി. ഈ സിനിമയിൽ ഒരു സീനിൽ 2 പേരുണ്ടെങ്കിൽ 2 പേര് ഒരേ സമയം സംസാരിക്കും. 5 പേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, 5 പേരും ഒരേ സമയം സംസാരിക്കും. അങ്ങനെ വന്നവനും നിന്നവനും പോണവനും വരണവനും എല്ലാം ചുമ്മാ തൊണാണ് പേസിക്കിട്ടേ ഇരിക്കാങ്ക. അപ്പൊ നമ്മുടെ നായകൻ KD മിറാഷ് ആളൊരു പഞ്ചപാവമാണ്. പക്ഷെ അവന്റെ സ്വന്തം ചേട്ടൻ വിനയേന്ദ്രൻ സാർ അവനോട് മിണ്ടാറിയേയില്ല. കാരണം തേമുട്ടായി മേടിച്ചു കൊടുത്ത് പഠിക്കാൻ വിട്ട അവന്റെ ചേട്ടനെ വഞ്ചിച്ച് അവൻ കറവക്കാരനാവാൻ പോയി. ഇനി അല്ലെങ്കിൽ തന്നെ പശുവും പാലും പച്ചമണ്ണനെ ഒരുമിച്ച് വിൽക്കുന്നതിനോടൊക്കെ നിങ്ങളാണെങ്കിൽ മിണ്ടുവോ? പിന്നെ നമ്മുടെ ഷോമാൻ പ്രേം സാറിന്റെ റെവല്യൂഷണറി ഡയറക്ഷനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും അങ്ങ് തിരിച്ചിടും. ഇപ്പൊ തന്നെ അണ്ണനും തമ്മിൽ പൊതുവെ കാണുമ്പോൾ എന്താണ്, അടിപിടി വഴക്ക് എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അത് തന്നെ പിന്നെയും കാണിച്ചു കഴിഞ്ഞാൽ കാണികൾക്ക് ഒരു ആഹ്ലാദം ഉണ്ടാവില്ല. അതുകൊണ്ട് അണ്ണനും തമ്മിയും കാണുന്ന സീനിലൊക്കെ ഒരുമാതിരി തുള്ളി മഴയായി വന്നാളെ സീനിന്റെ ഒരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സാധാരണ അണ്ണൻ തമ്മിമാര് തമ്മിൽ കാണാറുള്ള ചന്തപ്പട്ടികളെ പോലുള്ള അടിയും കടിയും പിടിയൊക്കെ ഉണ്ടല്ലോ, അത് അതേപോലെ തൂക്കിയെടുത്ത് നായകനും നായികയും കൊടുത്തിട്ടുണ്ട്. എന്തിനാ പ്രേം സാർ ഇങ്ങനെ ചെയ്യുന്നത്? ಸ್ಯಾಡಿಸ್ಟ್ ನಾನು ಬೇಸಿಕಲಿ ಸ್ಯಾಡಿಸ್ಟ್ ಅನ್ಕಂತೀನಿ ನಾನು ಅವನಿಗೆ ಅದೇ ಹೇಳ್ದೆ. പിന്നെ നമ്മുടെ KD മിറാഷിനെ പറ്റി ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി. അവൻ നാക്കിൽ മുക്കിയാണ് സൈൻ ചെയ്യുന്നത്, സ്വന്തം നാക്കല്ല, വല്ലവരെ നാക്ക്. മിറാഷിന് പേന പിടിക്കാൻ അറിയില്ലെങ്കിലും മണം പിടിക്കാൻ നന്നായിട്ട് അറിയാം. അതുള്ളതുകൊണ്ട് മാത്രമാണ് നാട്ടിൽ വന്നിറങ്ങിയ നായികയുടെ നാറ്റം അടിച്ച് ലെമൻ പ്രേമത്തിലായത്. പിന്നെ അവനെയും കുറ്റം പറയാൻ പറ്റില്ല, ആരായാലും പ്രേമിച്ചു പോകും. എന്തൊരു സൗമ്യമായ സ്ത്രീയാണെന്നറിയോ? പോരാത്തതിന് അപാര കോൺഫിഡൻസ്. அவங்களுக்கும் தெரியும் சரக்கு இன்னைக்கு அவங்க கடையில இல்ல ரோட்ல இருக்குதுன்னு. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലെ ഒരു പഞ്ഞി ഫാക്ടറിയിൽ ഒരു സമരം നടക്കുന്നത്. നീതിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്നവരെ തല്ലിക്കൊന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ള കാറിൽ കറുത്ത കോട്ടിട്ട് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ക്രൈസിസ് സ്റ്റാറിന്റെ ലെവൽ അറിയാത്ത ഒരു ചള്ളിയൊക്കെ അങ്ങനെ മോളിൽ നിന്നൊന്നും വെല്ലുവിളിച്ചു. അപ്പൊ തന്നെ തീ പിടിച്ച വണ്ടിയെല്ലാം കൂടെ കൂട്ടി വെച്ച് അവർ ക്രൈസിസ് സ്റ്റാറിനെ പൊക്കിയെടുത്തു. ഇതിന്റെ 4-1 വണ്ടി വെച്ച് നിന്ന സ്ഥലത്ത് നേരെ മുകളിലോട്ട് പോകാം. പക്ഷേ ക്രൈസിസ് സ്റ്റാർ ഇസ് ക്രൈസി. കസേര സ്വന്തമാണെന്ന് അഹങ്കരിച്ചവനൊന്നും കുരുക്ഷേത്രത്തിൽ പോലും ജയിച്ചിട്ടില്ല. പിന്നെയാണോടാ നീയൊക്കെ? ക്രൈസിസ് സ്റ്റാർ കാര്യമൊക്കെ ശരി, പക്ഷെ ചലഞ്ചിങ് സ്റ്റാറിനെ തുടർന്നുള്ള കളിയൊന്നും വേണ്ട. പിന്നല്ല, തോടയടിച്ച് കൊല്ലാൻ ഓതി കൊടുത്തതും പോരെ. ഇപ്പൊ കസേരയുടെ കണക്ക് പറയുന്നു. അങ്ങനെ ക്രൈസിസ് സ്റ്റാർ അവർക്ക് 3 ദിവസം സമയം കൊടുത്ത് തീയിട്ടപ്പോൾ വേറൊരിടത്ത് നമ്മുടെ വിനേന്ദ്രൻ സാർ ഇടിച്ചു കൂത്തി പെയ്യുന്ന മഴയിൽ ഓട് വേണ്ട ഓല മതിയെന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിലൊരു കൊച്ചു പറയും, സാറേ എന്റെ പുസ്തകം നനഞ്ഞു പോയി. എന്നാൽ ഇത്രയും പേര് സ്ലേറ്റ് കൊണ്ടുവരുന്നിടത്ത് നിനക്ക് മാത്രം എന്തിന്റെ കേടായിരുന്നു ഇതെന്ന് ചോദിച്ച് താടി കേട്ടൊരു തട്ടും കൊടുക്കേണ്ടതിന് വിനേന്ദ്രൻ സാർ പറയും, സാരമില്ല മോളെ, നമുക്ക് നാളെ വേറെ ഒരെണ്ണം മേടിക്കാം. ഇത് കേട്ട ഉടനെ അവിടെ വേറൊരു കുരിപ്പ് പറയും, പുതിയ ബുക്ക് മേടിച്ചിട്ട് എന്തിനാ, നാളെ വീണ്ടും നനയാനല്ലേ. It was at this moment that he knew. He fucked up. അപ്പൊ ഇതെന്തൊരു നാടാണെന്ന് നോക്കണേ. ഒരു സൈഡിൽ വെടിയും പുകയും തീയും, വേറൊരു സൈഡിൽ ഇടിയും മിന്നലും പേമായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഓട് കത്ത ശബ്ദമലിനീകരണം. ഈ നായിക എന്ന് പറയുന്നവളുടെ ആംപ്ലിറ്റ്യൂഡ് ഏത് ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പ്യാത്തിൽ കേട്ട് ഇവളുടെ തള്ളയുടെ ചെവിക്കല്ല് വരെ അടിച്ചുപോയി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നായിക അവളുടെ തൊണ്ട പോളിഷ് ചെയ്യാനായിട്ട് കുറച്ച് മണ്ണെണ്ണ മേടിക്കാൻ നമ്മുടെ KD മിറാഷിന്റെ കടയിൽ വന്നപ്പോൾ 11 കിലോയ്ക്ക് 10 ഔൺസ് കുറയ്ക്കുന്ന നാറിയ പരിപാടി കാണിച്ചു. ഇത് ആരോടും പറയാതിരിക്കാനായിട്ട് മിറാഷി അവൾക്ക് ആട്ടിറച്ചി മല്ലിപ്പൂവൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷേ എന്നും നിന്നെ പൂജിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഇവള് ചന്തേറ നടുക്ക് വന്ന് നിന്നിട്ട് കെറോസിനൽ കളത്തരം കാണിച്ച KDയുടെ അണ്ണൻ കൊന്നു കളയുമോ എന്തോ എന്ന് വളരെ പതുക്കെ ചോദിക്കും. എന്റെ പൊന്നു ചവലൊക്കെ ആ വായ നടച്ചു പോയി.
അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഗില്ലി ബാല അങ്ങേരുടെ ഭാര്യ വള്ളിമാലയും കൊണ്ട് സിനിമ കാണാനായിട്ട് വരും. അവിടെ വെച്ച് അങ്ങേരെ പൂച്ചാൻ ഒരു ബാച്ചിലർ പാർട്ടി പ്ലാൻ നടക്കും. ആദ്യം കടല വിൽക്കാൻ വരുന്നവൻ ഇഷ്ടികപ്പൊടി വാരി എറിഞ്ഞ് ഗില്ലി ബാലയെ ബ്ലൈൻഡ് ആക്കും. അപ്പൊ ഒരു 30 പേര് കത്തിയായിട്ട് ചാടി വീഴും. എന്നിട്ട് ഒരു 3 വെട്ട് പോലും മര്യാദയ്ക്ക് വെട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ കത്തിപ്പടയ്ക്ക് നേരെ തന്നെ ആദ്യം പോകാൻ പറയും. അല്ല പിന്നെ യവന്മാരെന്താ അയാൾ കണ്ണുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്തായാലും മുളക് കയറി കണ്ണ് കാണാതെ ഗില്ലി ബാലയെ വള്ളിമാല ഫാന്റെ തലക്കടിച്ച് പൊട്ടിച്ച് രക്ഷിക്കാൻ നോക്കും. ഇവിടെയും പ്രേം സാറിന്റെ ഡയറക്ഷൻ കുപ്പി തലക്കടിച്ച് പൊട്ടിച്ചൊക്കെ പോട്ടെ, പക്ഷെ മൂക്കുമുട്ട മുളക് പൊടിയൊക്കെ കയറി ഇരിക്കുമ്പോൾ 3 കുപ്പി പഞ്ചാര വെള്ളമൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ കണ്ണടിച്ച് പോകും കളവാ. പിന്നെ ഗില്ലി ബാലയ്ക്ക് പൊങ്ങാത്ത വിരലിന് പൊങ്ങച്ചം വരുന്നത് എന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് അങ്ങേർക്ക് അതൊരു വലിയ പ്രശ്നമല്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുത്തു. പക്ഷെ നമ്മുടെ വള്ളിമാല ആളങ്ങനല്ല. എന്തൊരു മെനാട്ടോ ശ്രീ അവര്. അങ്ങനെ നമ്മുടെ ഗില്ലി ബാല വെട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വെട്ടി ഒറ്റയ്ക്ക് വഴി വെട്ടി അങ്ങനെ പുറത്തോട്ട് വരുന്നത് കണ്ട് നമ്മുടെ KD മിറാഷ് ആകെ സന്തോഷിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല നാക്കില്ല വാക്കില്ല, അല്ല പിന്നെ വാക്കുണ്ട്. പ്രേമത്തിന് പൊതുവെ കണ്ണില്ല മൂക്കില്ല നാക്കില്ല എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗില്ലി ബാല വള്ളിമാലയ്ക്ക് വേണ്ടി അവരുടെ കണ്ണും മൂക്കും എല്ലാം കൂടെ ചെത്തി ഒന്നാക്കിയത് കറക്റ്റ് പ്രസന്റേഷൻ ആണ്. പക്ഷെ അവിടെ മറ്റൊരു പ്രണയം കൂടെ പീലി വിടർത്തി ആടുന്നുണ്ടായിരുന്നു KD മിറാഷും ഗില്ലി ബാലയും തമ്മിൽ. ബാലയുടെ മേത്ത് പറ്റിയ ചോര കളയാൻ മിറാഷ് കൂര പൊക്കി കൊടുക്കും. അപ്പൊ അയാൾ ചോര വരി മിറാഷിന്റെ മേത്ത് തന്നെ തേക്കും. ഇതെന്ത് തേങ്ങയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ സംഭവം വളരെ സയന്റിഫിക് ആണ്. അയ്യോ என்ன இது രക്തത്തോട് ചേർന്നിച്ച്. പിന്നെ നമ്മുടെ ഗില്ലി ബാലയും വള്ളിമാലയും തമ്മിലുള്ള പ്രണയം പോലെയേ അല്ല നമ്മുടെ മിറാഷ് നായികയും തമ്മിൽ. അവർ പാട്ട് പാടുന്നത് തന്നെ സെറ്റായില്ല, നമ്മൾ തമ്മിൽ സെറ്റായില്ല എന്നാണ്. പക്ഷെ അവര് സെറ്റായി. ഇനിയെങ്കിലും ഇവളെ തൊള്ളയൊന്ന് അടച്ചു വെക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ അയ്യോ നീ ഞങ്ങളെ നോടവേണപ്പാ. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് നമ്മുടെ ഗില്ലി ബാല മണ്ണ് വാരി തിന്നാനായിട്ട് അക്കാറയിലോട്ട് വീണ്ടും വരുന്നത്. അവിടെ വെച്ച് അങ്ങനെ മണ്ണ് വാരി തിന്ന രീതി ശരിയായില്ല എന്ന് മിറാഷ് പറയും. എന്നാ പിന്നെ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് പോയാൽ മതി എന്ന് ഗില്ലി ബാലയും പറയും. അങ്ങേർക്ക് അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. തന്റെ കാലിൽ എന്താടോ ആണിയുണ്ടോ ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. പക്ഷെ മുറ്റത്ത് മുള്ളിയ ഗില്ലി ബാലയെ ഗമത്തി അടിച്ച മിറാഷിനെ പോലീസുകാർ വിളിച്ചു വരുത്തി അനുമോദിക്കും. എന്നിട്ട് അടുത്ത തവണ കമത്തി അടിക്കും ആ കഴുത്തും കൂടെ അങ്ങ് ഓടിച്ചേക്കാൻ പറയും. പക്ഷെ KD മിറാഷ് വാസ് ലൈക്ക്, ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് മിറാഷ് വരി തറയിലടിച്ചത് നാട് മുഴുവൻ അറിഞ്ഞുകൊണ്ട് കെട്ടിവെച്ച കാശ് പോലും ഇലക്ഷനിൽ നിന്നാൽ കിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് കൊട്ട നിറച്ച കാശും കൊണ്ട് ഗില്ലി ബാല ക്രൈസി സ്റ്റാറിനെ കാണാൻ പോകും. ക്രൈസി സ്റ്റാറിന് പിന്നെ അച്ചിയുടെ കച്ചിയെന്നോ അമ്മൂമ്മയുടെ കൊടുക്കുകയെന്നോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാശ് അങ്ങനെ നടുമുറ്റത്തിട്ട് തന്നെ കത്തിച്ചു കളയും. ഇതേ സമയം നമ്മുടെ നായികയുടെ നാറ്റം സഹിക്കാനാവാതെ പോയി കുളിച്ചിട്ട് വാടിയെന്ന് കണ്ട് പറഞ്ഞ് കയറി പിടിച്ച ഗുണ്ടയെ അവൾ ഏതാണ്ട് തെറിയൊക്കെ പറയും. അവൻ നോക്കി നിന്നിട്ട് അവൾ തൈലം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കയറി വന്ന് അവളെ ചവിട്ടി താഴെ ഇട്ടിട്ട് കഴുത്തിൽ കത്തിയും വെച്ച് അറക്കും. കാരണം അറക്കുന്ന ശബ്ദമൊക്കെ കേൾപ്പിക്കുകയെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴെന്താ അവളുടെ മുടിയാണ് അത്ര മാറത്തത്. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. കഴുത ഇനി ചെയ്താൽ മതിയാ. എപ്പോഴെങ്കിലും ചെയ്യണം. അവളുടെ സംസാരം സഹിക്കാൻ വയ്യ. പക്ഷെ ഇതറിയാതെ KD മിറാഷ് അവളെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ തീ പിടിക്കും. പിന്നെ തോന്നക്കര പഞ്ചായത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, എവിടെ തൊട്ടാലും തീ പിടിക്കും. അങ്ങനെ മുടി വെട്ടിയ കാര്യം ചോദിക്കാൻ മിറാഷ് ഗില്ലി ബാലയുടെ ഗുണ്ടകളെ അടിച്ചിട്ട് മോളിൽ കയറി ചെല്ലും. അപ്പോൾ പക്ഷേ ഗില്ലി ബാല 24 മണിക്കൂറിനുള്ളിൽ മിറാഷിനെ ആഷ് ആയിക്കൊണ്ട് വരുന്നവർക്ക് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ട് ചെയ്യുന്ന വിശ്വവിഖ്യാത പുസ്തകത്തിന്റെ പേപ്പർ ബാക്ക് എഡിഷൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന അനൗൺസ് ചെയ്യും. കാരണം എന്താ, ഗില്ലി ബാലയെ കമത്തി അടിച്ച കാര്യം അവൻ നാട് മുഴുവൻ അറിയിച്ച് ഇയാളെ അവൻ ചതിച്ചു. നീ എന്തുകൊണ്ടാ എന്നെ ചതിച്ചതെന്നറിയോ? നിനക്ക് പേടിയില്ല. അയ്യോ അങ്ങനെ മാത്രം പറയരുത്, എനിക്ക് ഭയങ്കര പേടിയാ. പോരാ, അത് പോരാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷേ ഈ അനൗൺസ്മെന്റും കേട്ട് പേടിച്ച് പറിച്ച് വീട്ടിൽ ചെന്ന KD മിറാഷ് നമ്മുടെ വിനേന്ദ്രൻ സാർ ഭഗവത്ഗീതയിൽ ഒരു വചനം വായിക്കുന്നത് കേൾക്കുകയുണ്ടായി. വെട്ടിയാൽ നാളെ കോടി ഇറച്ചി, വെട്ടിയില്ലെങ്കിൽ നാളെ നീ തന്നെ ഇറച്ചി. ഇതങ്ങോട്ട് കേട്ടത് മിറാഷ് അങ്ങോട്ട് പവറായി. ഒരു 100-300 പേരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, രക്തം തെരിക്കെ നല്ല ഫണ്ണായിരുന്നു. കുറച്ച് ചോര കണ്ണിലോട്ട് തെറിച്ചപ്പോഴത്തേക്കും വിനേന്ദ്രന് തമ്പിയോട് ഭയങ്കര പാസം. അങ്ങനെ പാസം 30 ml, ആ പാസം 60 ml എന്ന് പറഞ്ഞ് കുത്തി കയറ്റി മിറാഷിനെ ഗില്ലി ബാലയുടെ തല വെട്ടാൻ പറഞ്ഞു വിടും. മിറാഷ് അണ്ണൻ പറഞ്ഞ പോലെ ഗില്ലി ബാലയുടെ തലയും വെട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. അപ്പൊ തന്നെ ഗില്ലി ബാലയുടെ ഭാര്യ വള്ളിമാല പരൽമീനെ പിടിക്കാൻ തോർത്തുകൊണ്ട് വിരിക്കണ പോലെ സാരി നിവർത്തി പിടിച്ച് പിച്ച ചോദിച്ചു വന്നു. എന്താ പിച്ച വേണ്ടെന്നല്ലേ, ഗില്ലി ബാലയുടെ ബാലേക്ക് മേക്കപ്പെട്ട പോലത്തെ പ്രോസ്തറ്റിക് തല വേണോന്നവര് കൊടുക്കില്ലെന്നവൻ, വേണോന്നവര് കൊടുക്കില്ലെന്നവൻ, വേണോന്നവര് കൊടുക്കില്ലെന്നവൻ. അങ്ങനെ വെട്ടിയ തല ആർക്ക് സ്വന്തം എന്നുള്ള പരിപാടി കുറച്ചു നേരം ഇങ്ങനെ നടക്കും.
പിന്നെ പോലീസുകാരെല്ലാം കൂടെ ഉപദേശിച്ചതിന്റെ ഭാഗമായിട്ട് മിറാഷ് ആ തല കൊണ്ടുവന്ന് വള്ളിമാലയ്ക്ക് കൊടുക്കും. വള്ളിമാല ആ തല പൊക്കി എടുത്തുകൊണ്ട് പോയി ചിതയൊരുക്കും. എന്നിട്ട് എന്റെ പഴയ കെട്ടിയവനെ തട്ടുന്നവൻ എന്റെ പുതിയ കെട്ടിയവനെന്ന് വള്ളിമാല മാല പൊട്ടിച്ചങ്ങ് അനൗൺസ് ചെയ്യും. അപ്പൊ അതാണ്ട് അവരെ വന്ന് കെട്ടുന്നു നമ്മുടെ വിനയേന്ദ്രൻ സാറ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് വർഷങ്ങളായിട്ട് നെഞ്ചി പച്ച കുത്തിക്കൊണ്ട് നടക്കുന്ന പേരായിരുന്നു വള്ളിമാല. അങ്ങേര് നോക്കിയപ്പോഴത്തേക്ക് ഈ ഓണങ്കറ മൂലയിൽ മഴയത്ത് ഓടിന് പകരം ഓല മാറ്റി കുരുപ്പുകളുടെ വായിലിരിക്കുന്നത് കേട്ട് നടക്കേണ്ട ഒരു മനുഷ്യനല്ല അങ്ങേര്. അപ്പൊ പിന്നെ അക്ക വേണോ അനിയൻ വേണോ എന്ന് ആലോചിച്ചപ്പോ അങ്ങേർക്ക് തന്നെ തോന്നിക്കാണും. അവൻ കിടക്കറാണ്ടാ അവൻ പക്ഷെ ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ കുന്നംകുളം രാമായണത്തിൽ വന്ന പോലത്തെ ലെവലോലിക്ക തരവൊന്നും ഇതിൻ്റെ അകത്ത് വന്നില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട് വിട്ട കേടിയെ വെട്ടിക്കൊല്ലാനായിട്ട് VC അയച്ച കുണ്ടകളിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് അഭിനയ ചക്രവർത്തി വരും. രാമായണത്തിൽ രാവണനായിട്ട് അഭിനയിച്ച് കത്തുന്ന കാറിൽ നിന്ന് ചാടിയത് തീരെ യുക്തിപതരമല്ലാത്തതുകൊണ്ട് ഇത്തവണ കത്തുന്ന ട്രെയിനിൽ രാമനായിട്ട് ചാടാതെ അഭിനയിച്ചിട്ടുണ്ട്. രാമനാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തായെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ? ഉണ്ട്, എനിക്കറിയാം. പക്ഷെ അണ്ണനും തമ്മിൽ ഒരു പെണ്ണിന് വേണ്ടി അടിച്ച് ചത്തോ എന്ന മഹത്തരമായ കഥ പറയാനായിട്ട് പ്രേം സാർ തഗ് ലൈഫ് റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് ഡയറക്ടർ പ്രേം സാറും KVN പ്രൊഡക്ഷൻസും വേറൊരു ഹീറോ ആയിട്ട് ഒരു കിടിലം പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ പടം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് പ്രേം സാറിന് ജയ് വിളിക്കണോ അതോ ധ്രുവ സാറിന് ജയ് വിളിക്കണോ അതോ കിച്ച സാറിന് ജയ് വിളിക്കണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടല്ലേ? തർക്കം വേണ്ട, ജയ് വിളിക്കാൻ വേറൊരാളെ തരാം. ഐ ആം കമ്മിങ്. ദിടീർ തലപ്പതി